السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 162 പേജാണ് ഇന്ന് നമുക്ക് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പഠിക്കുന്നവർ, റഫർ ചെയ്യുന്നവർ, ഇതിനുവേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ, നമുക്ക് ഭക്ഷണം തന്നവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ എല്ലാവർക്കും അല്ലാഹുവിന്റെ രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 162 പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال الملأ الذين استكبروا من قومه لنخرجنك يا شعيب والذين آمنوا معك من قريتنا أو لتعودن في ملتنا قال أولو كنا كارهين قد افترينا على الله كذبا إن عدنا في ملتكم بعد إذ نجانا الله منها وما يكون لنا أن نعود فيها إلا أن يشاء الله ربنا وسع ربنا كل شيء علما على الله توكلنا ربنا افتح بيننا وبين قومنا بالحق وأنت خير الفاتحين. وقال الملأ الذين كفروا من قومه لئن اتبعتم شعيبا إنكم إذا لخاسرون فأخذتهم الرجفة فأصبحوا في دارهم جاثمين. الذين كذبوا شعيبا كأن لم يغنوا فيها الذين كذبوا شعيبا كانوا هم الخاسرين فتولى عنهم وقال يا قوم لقد أبلغتكم رسالات ربي ونصحت لكم فكيف آسى على قوم كافرين وما أرسلنا في قرية من نبي إلا أخذنا بالبأساء والضراء لعلهم يضرعون ثم بدلنا مكان السيئة الحسنة حتى عفوا وقالوا قد مس آباءنا الضراء والسراء فأخذناهم بغتة وهم لا يشعرون. صدق الله العلي العظيم. സൂറത്തുൽ അറാഫിലെ 88 മുതൽ 95 വരെയുള്ള 8 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. പരിശുദ്ധ ഖുർആനിലെ 9ാമത്തെ ജുസ്ഇൽ 162ാമത്തെ പേജ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ വലിയ തൗഫീഖ് കൊണ്ട് 8 ജുസ്ഉകൾ നമ്മൾ പഠിച്ചു പൂർത്തിയാക്കിയിരിക്കുന്നു. പുതിയൊരു ജുസ് ആണ് ഇന്ന് ആരംഭിക്കുന്നത്. ബാക്കിയുള്ള ജുസ്ഉകളും വളരെ റാഹത്തായി സന്തോഷത്തോടു കൂടി പഠിച്ചു തീർക്കാൻ അല്ലാഹു തആല ആഫിയത്തും ആയുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമാണ്. ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായത്തിന്റെ വേണ്ടാത്തരങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് അളവ് തൂക്കങ്ങളിൽ അവർ കൃത്രിമം കാണിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. മഹാനവറുകൾ ആ സമുദായത്തെ ഇത്തരം വേണ്ടാത്തരങ്ങൾ നിർത്തണമെന്നാവശ്യപ്പെടുകയാണ് ചെയ്തത്, അതിനുപദേശിക്കുകയാണ് ചെയ്തത്. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഉപദേശിച്ചപ്പോ ആ നാട്ടിലെ പ്രമാണിവർഗം നൽകിയ മറുപടിയാണ് ഇനി പറയുന്നത്. പൊതുവെ എല്ലാ വേണ്ടാത്തരങ്ങൾക്കും എതിർപ്പുകൾക്കും മുന്നിലുണ്ടാകുന്നത് ആ നാട്ടിലെ ഇത്തരം പ്രമാണിവർഗങ്ങളായിരിക്കും. അവരാണ് ശുഐബ് നബി അലൈഹി ഇസ്ലാമിനെ നേരിട്ടത്. അവരെന്താ പറഞ്ഞെന്നറിയോ? രണ്ടാലൊരു കാര്യം സംഭവിക്കണം, എന്നാലേ ഞങ്ങൾ തൃപ്തരാകൂ. എന്താണ്? ഒന്നുകിൽ നീ ഞങ്ങളെ കൂടെ കൂടണം, ശുഐബേ, ഒന്നുകിൽ നീ ഞങ്ങളെ കൂടെ കൂടണം, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും നിന്റെ ആളുകളെയും നാട് കടത്തും. ഈ രണ്ടാലൊന്നേ സംഭവിക്കുള്ളൂ. അല്ല, നീ പറഞ്ഞത് കേൾക്കാൻ ഞങ്ങളെ കിട്ടൂല.
ഇതാണ് 88-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൽ മലഉ الذين استكبروا من قومه لنخرجنك يا شعيب والذين آمنوا معك من قريتنا أو لتعودن في ملتنا قال أولو كنا كارهين قال الملأ നേതാക്കൾ പറഞ്ഞു. എന്താണ് നേതാക്കളുടെ പ്രത്യേകത? الذين استكبروا അഹങ്കാരം നടിച്ച അഹങ്കാരികളായ നേതാക്കൾ പറഞ്ഞു. മിൻ ഖൗമിഹി ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ഖൗമിൽപ്പെട്ട. എന്താണ് അവർ പറഞ്ഞത്? ലനുഖ്രിജന്നക യാ ശുഐബ്, നിശ്ചയം ശുഐബേ നിന്നെ ഞങ്ങൾ പുറത്താക്കും നാട്ടിൽ നിന്ന്. വല്ലദീന ആമനു മഅക, നിന്റെ കൂടെ വിശ്വസിച്ച ആളുകളെയും ഞങ്ങൾ പുറത്താക്കും. മിൻ ഖറിയത്തിന, ഞങ്ങളുടെ നാട്ടിൽ നിന്ന്. ഔ അല്ലെങ്കിൽ ലതഊദുന്ന, നിങ്ങൾ നിശ്ചയമായും മടങ്ങി വരണം. ഫീ മില്ലത്തിന, ഞങ്ങളുടെ മതത്തിലേക്ക്, ഞങ്ങളുടെ ഈ മാർഗത്തിലേക്ക്, ഞങ്ങളുടെ മില്ലത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും നിന്റെ കൂടെ വിശ്വസിച്ചവരെയും പുറത്താക്കും. ഈ രണ്ടാമൊരു കാര്യം സംഭവിക്കണം. അപ്പൊ ശുഐബ് നബി അലൈഹി സ്വലാം കൊടുക്കുന്ന മറുപടിയാണ് ഖാല. ശുഐബ് നബി അലൈഹി സ്വലാം മറുപടിയായി ചോദിച്ചു, ഔലൗ കുന്നാ കാരിഹീൻ, ഞങ്ങൾ അത് വെറുക്കുന്നു എങ്കിലും നിങ്ങളുടെ മതത്തിലേക്ക് ഞങ്ങൾ വരണമെന്നാണോ? ഔലൗ കുന്നാ, ഞങ്ങളാണെങ്കിലും ശരിയോ, കാരിഹീന, ഞങ്ങൾ അത് വെറുക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾ മതത്തിലേക്ക് വരണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അത് നടക്കാൻ പോകുന്നില്ല എന്ന് ചുരുക്കം. ഔ ലതഊദുന്ന ഫീ മില്ലത്തിന, നിങ്ങൾ നിങ്ങളുടെ മതത്തിലേക്ക് മടങ്ങുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ആ നാട്ടിലുള്ള വിശ്വസിച്ച ആളുകളാണ്, ശുഐബ് നബി അലൈഹി സ്വലാം അല്ല. ശുഐബ് നബി അലൈഹി സ്വലാമിന്റെ കൂടെ വിശ്വസിച്ച ആളുകളോടാണ് അവർ അങ്ങനെ പറഞ്ഞത്. കാരണം എന്താ? ശുഐബ് നബി അലൈഹി സ്വലാം പണ്ടേ തൗഹീദിന്റെ വഴിയിലാണ്. ഒരിക്കലും അവർ മതത്തിലേക്ക് പോയിട്ടേ ഇല്ല, പിന്നെ മടങ്ങുന്ന വിഷയവുമില്ല. അപ്പൊ മഹാനവറുകളെ കുറിച്ചല്ല പറഞ്ഞത്, നിങ്ങൾ മടങ്ങി വരണം എന്ന് പറഞ്ഞത് ഞങ്ങളെ മതത്തിലേക്ക് നിന്റെ കൂടെ വിശ്വസിച്ച ആളുകളില്ല ഞങ്ങളുടെ നാട്ടുകാർ, അവർ മടങ്ങി വരണം എന്നതാണ്. അതാണ് ഇവിടെ ആവശ്യം. അതേപോലെ തന്നെ ശുഐബ് നബി അലൈഹി സ്വലാം അവരുടെ മതം സ്വീകരിക്കണം, അതും അവരുടെ ആവശ്യമാണ്. മടങ്ങി വരലല്ല, പുതുതായി അവരുടെ മതം സ്വീകരിക്കണം. അതാണ് ശുഐബ് നബി അലൈഹി സ്വലാം അഭിസംബോധന ചെയ്തുകൊണ്ട് അവർ പറഞ്ഞതിന്റെ ഉദ്ദേശം. മടങ്ങി വരണം എന്ന് പറഞ്ഞത് സമൂഹത്തെ ഉദ്ദേശിച്ചാണ്. ശുഐബ് നബി അലൈഹി സ്വലാം സംബന്ധിച്ചാകുമ്പോൾ ഞങ്ങളുടെ മതം നിങ്ങൾ സ്വീകരിക്കണം, ഇത് സംഭവിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കും. സത്യവും ന്യായവും കൈവശമില്ലാത്ത അഹങ്കാരികളായ പ്രമാണിവർഗത്തിന് ഇത്തരം ധിക്കാരപരമായ നിഷേധാത്മകമായ ഭീഷണികളല്ലാതെ മറ്റെന്താ പറയാൻ കഴിയുക? ഇതൊരു ഭീഷണിയാണ്, ഞങ്ങൾ നിങ്ങൾ പുറത്താക്കുന്നു. ഈ ഭീഷണിക്ക് മുമ്പിൽ പ്രവാചകനും സത്യവിശ്വാസികളും മുട്ടുമടക്കും എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. പക്ഷെ എന്താ സംഭവിച്ചത്? അടുത്ത ആയത്തിൽ പറയുന്നത് എന്താ സംഭവിച്ചത്? 89-ാമത്തെ ആയത്തിൽ അതേ ശൈലിയിലല്ലെങ്കിലും അവരുടെ ആ കണക്ക് കൂട്ടൽ പാടെ തെറ്റിക്കുന്ന മറുപടിയാണ് മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാം അവർക്ക് കൊടുത്തത്. അതാണ് 89-ൽ പറയുന്നത്. എന്താ എന്റെ ചുരുക്കമെന്നറിയോ? ഞങ്ങളുടെ മാർഗം ഉപേക്ഷിച്ച് നിങ്ങളുടെ മാർഗം സ്വീകരിക്കണമെന്നാണല്ലോ നിങ്ങളിപ്പോ പറയുന്നത്. ഞങ്ങളതിന് തയ്യാറല്ല. നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ അക്കാര്യം സംഭവിക്കാനും പോകുന്നില്ല. നിങ്ങളുടെ മതം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും ഞങ്ങൾ അതിലേക്ക് വരണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾക്ക് വെറുപ്പാണെങ്കിലും വരണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണല്ലോ എന്നിരിക്കെ എങ്ങനെയാണ് നിങ്ങളുടെ തെറ്റായ ഈ കുഫ്രിലേക്ക് ഞങ്ങൾ വരിക, അല്ലെങ്കിൽ ഞാൻ വരിക? ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അങ്ങനെ എങ്ങാനും ഞാൻ നിങ്ങളുടെ മതത്തിലേക്ക് വന്നാൽ അള്ളാഹു എന്നോട് ഈ വേണ്ടാത്തരം ചെയ്യാൻ കൽപ്പിച്ചു എന്നല്ല വരിക. കാരണം റബ്ബ് പറഞ്ഞ ജീവിക്കുന്ന ആളാണോ, പറയുന്ന ആളാണോ ഞാൻ. അപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളുടെ മതത്തിലേക്ക് വന്നാൽ, കുഫ്രിലേക്ക് വന്നാൽ അത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് എന്നാണല്ലോ വരിക. അങ്ങനെ ഏതായാലും ഉണ്ടാവില്ലല്ലോ. സത്യവിരുദ്ധമായ വഴിയിലേക്ക് പോകാൻ റബ്ബ് കൽപ്പിക്കുവോ? ഇല്ലല്ലോ. ഇനി അഥവാ ഞങ്ങൾ നിങ്ങളുടെ മാർഗം സ്വീകരിച്ചു എന്നിരിക്കട്ടെ, അങ്ങനെ സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിച്ചാൽ, അങ്ങനെ സ്വീകരിച്ചു എന്ന് സങ്കല്പിച്ചാൽ തന്നെ അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ ഇതുവരെ സ്വീകരിച്ചു വന്നത് അള്ളാഹുവിന്റെ മേൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കൃത്രിമ വഴിയായിരുന്നു എന്നല്ലേ വരിക? സത്യത്തിൽ അങ്ങനെയല്ലല്ലോ. നിങ്ങളുടേതുപോലെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു മതമല്ല ഞങ്ങളുടേത്. അത് അള്ളാഹു പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വിശ്വസിച്ചു വന്നിരുന്നതാണ്. ഇനി ഇതന്നെ ഒഴിവാക്കി നിങ്ങളെ കൂടെ വന്നാൽ അപ്പൊ ഞങ്ങൾ ഇതുവരെ അനുവർത്തിച്ചിരുന്നത് റബ്ബിന് മേൽ കെട്ടിച്ചമച്ചു പറഞ്ഞ നുണയാണ് ഇത് വരും. അതേതായാലും അങ്ങനെയല്ലല്ലോ. അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്തും സംഭവിക്കുമെന്നത് ശരി തന്നെ. പക്ഷേ തൽക്കാലം ഞങ്ങൾ ഞങ്ങളുടെ മതം കൈവിടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതേ ഇല്ല. ഞങ്ങളത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിർബന്ധിച്ച് തന്നെ നിങ്ങളത് ചെയ്യിക്കുമോ എന്നാണ് ശുഐബ് നബി അലൈഹി സ്വലാം ചോദിച്ചതിന് ചുരുക്കം.
ഒരു പ്രവാചകന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, സാധാരണ സത്യവിശ്വാസി പോലും ഒരിക്കൽ അവന് ബോധ്യപ്പെട്ട സത്യവിശ്വാസം വലിച്ചെറിഞ്ഞ് നിഷേധത്തിലേക്ക് പോകില്ലല്ലോ. തീയിലേക്ക് വലിച്ചെറിയുന്നതിനേക്കാൾ വെറുക്കും സത്യവിശ്വാസി എന്നാണ് കുഫ്രിലേക്ക് മടങ്ങുന്നത്. ഒരു സത്യവിശ്വാസിക്ക് അത്രയും വെറുപ്പാണ്. സത്യം മനസ്സിലായതിനു ശേഷം, മുസ്ലിം ആയതിനു ശേഷം അസത്യത്തിലേക്ക് മടങ്ങുക എന്നത് തീയിലേക്ക് വലിച്ചെറിയുന്നതിനേക്കാളും പ്രയാസമാണ്, വെറുപ്പാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ എങ്ങനെയാണ് ഈ മടങ്ങി വരൽ നടക്കുക? പിന്നെ ശുഐബ് നബി അലൈഹി സ്വലാമിനോട് പറയണം, നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നോ? ഞങ്ങൾക്കതിന് പേടിയില്ല. കാരണം അള്ളാഹു സർവജ്ഞനാണ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളെ പുറത്താക്കിയാൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല. ഞങ്ങളെ കാര്യങ്ങളൊക്കെ ബരമേൽപ്പിച്ചത് അള്ളാഹുവിലാണ്. വേണ്ട നടപടി അവൻ എടുത്തോളട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമല്ല, നിങ്ങൾ എന്താ ചെയ്തോളൂ. അടുത്ത ആയത്തിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, 89-ാമത്തെ ആയത്തിൽ. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ രണ്ടു കൂട്ടർക്കുമിടയിൽ ഒരു തീരുമാനമുണ്ടാക്കി തരാൻ അള്ളാഹുവിനോട് മഹാനവറുകൾ ആവശ്യപ്പെടുക കൂടി ചെയ്യുന്നുണ്ട് ഇനിയുള്ള ആയത്തിൽ. അവരുടെ ഭീഷണിക്കും അക്രമത്തിനും ഒന്നും വഴങ്ങുകയില്ല മുസ്ലിമുകൾ. അവരും അങ്ങനെ തന്നെയാണ്. അവരുടെ വെറും പരിപാടി ഇത് തന്നെയാണ്. അവരൊരിക്കലും സത്യത്തെക്കുറിച്ച് ആലോചിക്കാനോ അതല്ലെങ്കിൽ നേരായ വഴിയിലേക്ക് ചിന്തിച്ച് കടന്നു വരാനോ ഒന്നിനും അവർ വീണ്ടും വിചാരത്തിനൊന്നും തയ്യാറാവില്ല. ഇത് ശുഐബ് നബി സ്വലം മനസ്സിലായി. ഇനി അവരുടെ എത്ര പറഞ്ഞു കൊടുത്തിനും കാര്യമില്ല, നമ്മൾ വിളിച്ചേർത്തക്കാർ വരില്ല എന്ന് ശുഐബ് നബി അലൈഹി സ്വലാമിന് ബോധ്യമായപ്പോ അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്, ഞങ്ങൾ രണ്ടു കൂട്ടർക്കുമിടയിൽ റബ്ബേ നീ ഒരു തീരുമാനമുണ്ടാക്കി തരണമേ എന്ന്. അതും ഇനിയുള്ള 89-ൽ പറയുന്നുണ്ട്. നോക്കൂ, നമുക്ക് ആയത്ത് പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് ഇഫ്തറൈനാ അലല്ലാഹി കദിബൻ ഇൻ ഉദ്നാ ഫീ മില്ലത്തികും ബഅദ ഇദ് നജ്ജാന അല്ലാഹു മിൻഹാ വമാ യകൂനു ലനാ അൻ നഊദ ഫീഹാ ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുനാ വസിഅ റബ്ബുനാ കുല്ല ശൈഇൻ ഇൽമാ അലല്ലാഹി തവക്കൽനാ റബ്ബനാ ഇഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ് വഅൻത ഖൈറുൽ ഫാത്തിഹീൻ. ശുഐബ് നബി അലൈഹി സ്വലാമും സമുദായങ്ങളോട് മറുപടി പറയാൻ, ഖദ് ഇഫ്തറൈനാ അലല്ലാഹി കദിബൻ, ഞങ്ങൾ അള്ളാഹുവിന്മേൽ കള്ളം കെട്ടിച്ചമച്ചു പറഞ്ഞവരായി പോകും. ഇൻ ഉദ്നാ, ഞങ്ങൾ മടങ്ങി വന്നാൽ, ഫീ മില്ലത്തികും, നിങ്ങളുടെ മാർഗത്തിലേക്ക്, ഞങ്ങൾ നിങ്ങളുടെ മാർഗത്തിലേക്ക് മടങ്ങി വന്നാൽ, നിങ്ങളുടെ മാർഗം സ്വീകരിച്ചാൽ, ഞങ്ങൾ ഇതുവരെ സ്വീകരിച്ചത് തെറ്റായിരുന്നു, അത് അള്ളാഹുവിന്മേൽ കള്ളം കെട്ടിച്ചമച്ചുണ്ടാക്കി പറഞ്ഞതായിരുന്നു എന്ന് വരൂലേ? ബഅദ ഇദ് നജ്ജാന അല്ലാഹു മിൻഹാ, ആ വേണ്ടാത്തരത്തിൽ നിന്ന്, കുഫ്റിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തിയതിനു ശേഷം, നിങ്ങളുടെ ബഹുദൈവത്വത്തിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടും അതിലേക്ക് തന്നെ ഞങ്ങൾ മടങ്ങുകയാണെങ്കിൽ അവന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുകയാവും ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ഒരിക്കലും അത് ചെയ്യില്ല. വമാ യകൂനു ലനാ അൻ നഊദ ഫീഹാ ഇല്ലാ അൻ യശാ റബ്ബുനാ, ആ തിരിച്ചുപോക്ക് ഞങ്ങൾക്ക് പാടില്ലാത്തതാണ്. രക്ഷിതാവ് ഉദ്ദേശിച്ചാലല്ലാതെ, അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ത് വേണമെങ്കിലും നടക്കും, അത് മറ്റൊരു വിഷയം. പക്ഷേ ഞങ്ങൾ എന്തായാലും ആ വഴിയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നില്ല. ആ തിരിച്ചുപോക്ക് ഞങ്ങൾക്ക് പാടില്ലാത്തതാണ്. വമാ യകൂനു ലനാ അൻ നഊദ ഫീഹാ, ആ ബഹുദൈവത്വത്തിന്റെ മാർഗത്തിലേക്കുള്ള തിരിച്ചുപോക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇല്ലാ അൻ യശാ റബ്ബുനാ, ഞങ്ങളുടെ രക്ഷിതാവ് ഉദ്ദേശിച്ചാലല്ലാതെ. വസിഅ റബ്ബുനാ കുല്ല ശൈഇൻ ഇൽമാ, ഞങ്ങളുടെ രക്ഷിതാവിന്റെ ജ്ഞാനം, ഇൽമ്, എല്ലാ വസ്തുക്കളെയും ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനം, ആ അറിവ് സമസ്ത വസ്തുക്കൾക്കും പ്രവിശാലമാണ്. വസിഅ എന്ന് പറഞ്ഞാൽ വിശാലമായിരിക്കുന്ന, നമ്മുടെ റബ്ബിന്റെ അറിവ്, ഇൽമ്, വിജ്ഞാനം പ്രവിശാലമാണ്. എല്ലാ വസ്തുക്കളെ കുറിച്ചും അറിയാം. അലല്ലാഹി തവക്കൽനാ, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബായ രക്ഷിതാവിനുമേൽ, അള്ളാഹുവിനുമേൽ ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് പുറത്താക്കിയ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞങ്ങളൊന്നും കാര്യമാക്കുന്നില്ല. അലല്ലാഹി തവക്കൽനാ, ഞങ്ങൾ അള്ളാഹുവിന്മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. റബ്ബനാ ഇഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ, ഇനി മഹാനവറുകൾ ദുആ ചെയ്യാൻ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇഫ്തഹ്, നീ വിധി കൽപ്പിച്ചുകൊണ്ട, നീ തീരുമാനമെടുത്തുകൊണ്ട, ബൈനനാ, ഞങ്ങൾക്കിടയിൽ, വബൈന ഖൗമിനാ, ഞങ്ങളുടെ ഖൗമിനിടയിലും, ബിൽ ഹഖ്, സത്യസമേതം. റബ്ബനാ ഇഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ്, രക്ഷിതാവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ ഖൗമിനുമിടയിൽ സത്യത്തിൻ്റെതായ വിജയം നീ കനിഞ്ഞരുളയണമേ, അല്ലെങ്കിൽ സത്യസമേതം നീ വിധി കൽപ്പിക്കണമേ. വഅൻത ഖൈറുൽ ഫാത്തിഹീൻ, തീരുമാനമെടുക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ നീ.
വിധി കൽപ്പിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ നീ. ശരിക്കും ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു എന്നാണ് അർത്ഥം. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തുറക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ രണ്ടു കൂട്ടർക്കും ഇടയിൽ ഒരു തീരുമാനമുണ്ടാക്കി തുറന്ന് അതിന് പരിഹാരം കാണുന്നവൻ, വിധി പറയുന്നവൻ എന്നർത്ഥം. 90-ാമത്തെ ആയത്തിലേക്ക് നമുക്ക് കടക്കാം. ശുഐബ് നബി അലൈഹി സ്വലാം ഇങ്ങനെ അറുത്തു മുറുത്ത് പറഞ്ഞപ്പോ അവർ പിന്നെന്തായി? ആളുകളെ നേർക്ക് തിരിയാൻ തുടങ്ങി. അവരെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ശുഐബ് നബി അലൈഹി സ്വലാം എന്തായാലും ഞങ്ങളെ വഴിക്ക് വരില്ല എന്നവർക്ക് ഉറപ്പായി. കാരണം അത്തരം മറുപടിയാണ് കൊടുത്തത്. നിങ്ങൾ എന്താ ചെയ്യിച്ചതുപോലെ മലന്നായി തവക്കല്ല, ഞങ്ങൾ ഒരിക്കലും വഴിക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ക്ലിയർ കട്ടായി അറുത്തു മുറിച്ചു പറഞ്ഞു. ഇവരെന്തായി? ഇവര് പിന്നീട് ശുഐബ് നബി അലൈഹി സ്വലാമിന്റെ കൂടെ കൂടി ആളുകളെ നേരെ തിരിഞ്ഞു. അതോടൊപ്പം തന്നെ പൊതുജനങ്ങളെ അടുത്തേക്ക് തിരിഞ്ഞു. അവർ പറഞ്ഞു, ഇയാൾ പറയുന്നത് നിങ്ങൾ കേൾക്കരുത്. ഇദ്ദേഹത്തിന്റെ കൂടെ കൂടിയാൽ നിങ്ങളുടെ കാര്യം നഷ്ടത്തിലാണ്, കഷ്ടത്തിലാണ്. അങ്ങനെ ആളുകളെ പിന്നാലെ ചെന്ന് പിന്തിരിപ്പിക്കാൻ തുടങ്ങി. വിശ്വാസികളായ ആളുകളെ തന്നെ ആശയക്കുഴപ്പത്തിലാക്കാൻ തുടങ്ങി. ഇതാണ് പിന്നീട് അവർ ശ്രമം നടത്തി. അവിശ്വാസത്തിലും സത്യനിഷേധത്തിലും ഹൃദയവും മനസ്സും എല്ലാം ഉറച്ചു പോയിരുന്ന അവർ അവരുടെ കൂടെയുള്ള അണികളെ ഉറപ്പിച്ചു നിർത്താനാണ് പിന്നീട് ശ്രമിച്ചത്. മുസ്ലിമീങ്ങളായ ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കാൻ. നോക്കൂ 90-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാലൽ മലഉ الذين كفروا من قومه لئن اتبعتم شعيبا انكم اذا لخاسرون. വഖാലൽ മലഉ, നേതാക്കളായ ആളുകൾ പറഞ്ഞു, അല്ലദീന കഫറു, കാഫിരീങ്ങളായ നേതാക്കന്മാർ, മിൻ ഖൗമിഹി, മഹാനവറുകളുടെ സമുദായത്തിൽപ്പെട്ട കാഫിരീങ്ങളായ നേതാക്കന്മാർ പറഞ്ഞു, ആളുകളോട് പറഞ്ഞു, എന്ത്? ലഇനിത്തബഅതും, നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ ശുഐബ് നബി അലൈഹി സ്വലാമിനെ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ ഇന്നക്കും, നിശ്ചയം നിങ്ങൾ, ഇദൻ, അങ്ങനെയാണെങ്കിൽ, അന്നേരം ലഖാസിറൂൻ, കടുത്ത പരാജിതരായി പോകുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടെ നിങ്ങൾ കൂടരുത് എന്ന് പറഞ്ഞ ആളുകളെ പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തി. സത്യത്തിനെതിരെ പ്രചാരണം നടത്തുന്ന എല്ലാ ആളുകളുടെയും ഒരു രീതിയാണിത്. സത്യം സ്വീകരിച്ച ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല എന്ന് കാണുമ്പോ അവരെ എങ്ങനെയായാലും തങ്ങളുടെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്ന് കാണുമ്പോ ആ സമുദായത്തിലെ ആളുകളുടെ നേരെ തിരിഞ്ഞെന്താവും? അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തും അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ആളുകൾ അവിടത്തെ കേൾക്കുന്നത് തടയുകയായിരുന്നു അവർ ചെയ്തത്. ശുഐബ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് കുറ്റം പറയുകയും മഹാനവറുകളുടെ പ്രബോധന ദൗത്യം പിഴച്ചതാണ് എന്ന് ആളുകളോട് അവർക്കിടയിൽ പ്രചാരണം നടത്തുകയും ചെയ്യും. ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിരുന്ന ആളുകൾ ആ നാട്ടിലെ ഏറ്റവും കടുത്ത ധിക്കാരികളായിരുന്നു എന്നാണ്. പുറത്താക്കുന്നൊക്കെ പറഞ്ഞത് അവരാണെന്നാണ്. ശുഐബ് നബി അലൈഹി സ്വലാമിന്റെ കൂടെ കൂടിയാൽ ആകെ കുടുങ്ങുമെന്ന് പ്രചാരണം നടത്തിയതും ഇവർ തന്നെയായിരുന്നു. വേറെയും ചില ആളുകളുണ്ട്. ഭീഷണി മുഴക്കിയ പ്രധാനികളെ പറ്റി അല്ലാഹു തആല പറഞ്ഞപ്പോൾ ഖാലൽ മലഉ ലദീന ഇസ്തക്ബറു മിൻ ഖൗമിഹി എന്നാണ് പറഞ്ഞത്, അല്ലേ? ആ ഖൗമിൽ നിന്ന് അഹങ്കാരം നടിക്കുന്ന നേതാക്കൾ പറഞ്ഞു. ഇവിടെ അല്ലദീന ഇസ്തക്ബറു എന്ന് പറഞ്ഞു. എന്നാ പിന്നെ ശുഐബ് നബി അലൈഹി സ്വലാമിനെ പിൻപറ്റിയാൽ നിങ്ങൾ ഖാസിരീങ്ങളിൽ പെട്ടുപോകും എന്ന് പറഞ്ഞെടുത്ത് ഇപ്പൊ ഈ ആയത്തിൽ നമ്മൾ പറഞ്ഞെടുത്ത് അല്ലദീന കഫറു എന്നാണ് പറഞ്ഞത്, അല്ലേ? നേരത്തെ പുറത്താക്കുമെന്ന് ഭീഷണി പറഞ്ഞ ആയത്തിൽ എന്താ ഉള്ളത്? ഖാലൽ മലഉ ലദീന ഇസ്തക്ബറു മിൻ ഖൗമിഹി, ധിക്കാരികളായ ആളുകൾ. ഇവിടെ എന്താ പറഞ്ഞത്? അല്ലദീന കഫറു, സത്യനിഷേധികളായ നേതാക്കന്മാർ. അവിടുന്ന് എന്ത് മനസ്സിലായി? ഭീഷണിപ്പെടുത്തിയത് ആ നാട്ടിലെ പ്രമാണിമാരായിരുന്നു എന്നും ഇങ്ങനെ ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കിയതും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതും അതിൽ ഈ പ്രമാണിമാരുമുണ്ട് അല്ലാത്തവരുമുണ്ട് എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് എന്ന് പറയാൻ കാരണം, അല്ലദീന കഫറു എന്നിവിടെ പറയാൻ കാരണം, കാഫിരീങ്ങളായ ആളുകൾ പിന്തിരിപ്പിച്ചു. അപ്പൊ അതിൽ കാഫിരീങ്ങളിൽ ആര് പെട്ടു? പൊതുജനങ്ങളും പെട്ടു. കാഫിരീങ്ങളായ പൊതുജനങ്ങളും പെട്ടു. ഈ പറയപ്പെട്ട ധിക്കാരികളായ നേതാക്കളും പെട്ടു. നേരത്തെ പുറത്താക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയത് ആരാണ്? അത് അല്ലദീന ഇസ്തക്ബറു, അഹങ്കാരം നടിച്ച നേതാക്കളാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ അങ്ങനെ പറയാൻ കാരണം. ഈ പ്രചാരണം നടത്തിയ ആളുകൾ
ആളുകളെ കൂട്ടത്തിൽ ധിക്കാരികളും ഉണ്ടായിരുന്നു, നേരത്തെ ഭീഷണിപ്പെടുത്തിയ ആളുകളും അല്ലാത്തവരും ഉണ്ടായിരുന്നു. ഇനി നമ്മൾ 91 ആയത്തിലേക്ക് കിടക്കുകയാണ്. അപ്പൊ എന്ത് പറഞ്ഞിട്ടും അവർ കേൾക്കാൻ തയ്യാറാകുന്നില്ല. ശുഐബ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് രണ്ടാലും തീരുമാനം ഉണ്ടാക്കിയതാണ് ദുആ ചെയ്യുകയും ചെയ്തു. ഇനി അള്ളാഹു ആ ദുആക്ക് മറുപടി കൊടുക്കുകയാണ്. അള്ളാഹു അവരെ ശിക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഞങ്ങൾക്കിടയിൽ ഒരു തീരുമാനം ഉണ്ടാക്കിത്തരണേ എന്ന പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയാണ്. അള്ളാഹുവിന്റെ തീരുമാനം വരികയായി. എങ്ങനെയായിരുന്നു തീരുമാനം വന്നത്? പെട്ടെന്നൊരു ഭയങ്കര പ്രകമ്പനം. നിമിഷങ്ങൾക്കുള്ളിൽ അവരെല്ലാവരും അവരുടെ വീടുകളിൽ മറിഞ്ഞു വീണ് മരിച്ചൊടുങ്ങി തുടങ്ങി. ആ നാട്ടിൽ മുമ്പ് ആരും താമസിച്ചിട്ടേ ഇല്ല എന്ന് തോന്നുന്ന വിധം ഒന്നടങ്കം അവർ നശിച്ചു. മുമ്പ് അവിടെ താമസിക്കുന്ന അങ്ങനെ ആളുകൾ അവിടെ ആൾപ്പാർക്കുണ്ടായിരുന്നു എന്ന് പോലും തോന്നാത്ത വിധം അവരെ മുച്ചോടും അല്ലാതെ നശിപ്പിച്ചു. ശുഐബ് നബി അലൈഹി സ്വലാമിനെ പിൻപറ്റുന്നവർ ഹാസിരീങ്ങളായിരിക്കും, നഷ്ടക്കാരായിരിക്കും എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ അവർക്കാണ് യഥാർത്ഥത്തിൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ശുഐബ് നബി അലൈഹി സ്വലാമിനെയും കൂടെ വിശ്വസിച്ച സത്യവിശ്വാസികൾ നേരത്തെ അല്ലാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പൊതുശിക്ഷ വരുമ്പോൾ അതിനു മുമ്പായി പ്രവാചകന്മാരെയും അനുയായികളെയും രക്ഷപ്പെടുത്തുക എന്നത് അള്ളാഹുവിന്റെ സുന്നത്താണല്ലോ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവം ശുഐബ് നബി അലൈഹി സ്വലാമിനെ ഖൗമിനെ ശിക്ഷിച്ച സംഭവം പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ പൊതുവായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ശിക്ഷയുടെ രൂപം ഇങ്ങനെയാണ്. അതായത് ഒരു മേഘം അവരുടെ തലക്കു മുകളിലെത്തി. ആ മേഘം വന്നപ്പോ അതിദുസ്സഹമായ സഹിക്കാൻ കഴിയാത്ത തീച്ചൂട് അനുഭവപ്പെട്ടു തുടങ്ങി. അതിനുശേഷം ശക്തമായൊരു ഇടിനാദം മുഴങ്ങി, കൂടെ ഒരു ഭൂകമ്പവും. അതോടുകൂടി എല്ലാം തീർന്നു. കഠിനമായ പ്രകമ്പനം അർ-റജ്ഫത്തു എന്നാണ് ഇവിടെ പറഞ്ഞത്. സൂറത്ത് ഹൂദിൽ അസ്വൈഹ എന്നാണ് പറഞ്ഞത്, ഘോര ശബ്ദം എന്ന്. അപ്പൊ എന്ത് മനസ്സിലാക്കാം? അതിശക്തമായ ഒരു ഇടിനാദവും ഭൂകമ്പവും രണ്ടും കൂടിയാണ് ഉണ്ടായത് എന്നവിടെ നിന്ന് മനസ്സിലാക്കാം. ഏത് നാട്ടിൽ നിന്നാണോ അള്ളാഹുവിന്റെ പ്രവാചകനെയും ആ പ്രവാചകനിൽ വിശ്വസിച്ച ആളുകളെയും അവർ നാട് കടത്താൻ പദ്ധതി തയ്യാറാക്കിയത്, അതേ നാട്ടിൽ നിന്ന് ആരും അവിടെ മുമ്പ് താമസമാക്കിയിട്ടില്ലാത്തതുപോലെ അവിടെ നിന്ന് അവരെ തുടച്ചു മാറ്റപ്പെട്ടു. നോക്കൂ 91 ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവരെ ഒരു ഭയങ്കരമായ പ്രകമ്പനം പിടികൂടി, ഭൂമികുലുക്കം പിടികൂടി. റജ്ഫത്ത് എന്ന് പറഞ്ഞത് വിറയൽ, പ്രകമ്പനം എന്ന് പറഞ്ഞാൽ ഭൂമികുലുക്കം പിടികൂടി. അപ്പൊ എന്ത് സംഭവിച്ചത്? ഫഅസ്ബഹു, അങ്ങനെ അവരായി മാറി, ഫീദാരിഹിം, അവരുടെ വീടുകളിൽ, ജാസിമീൻ, മരിച്ചു വീണവരായി മാറി. അവരുടെ സ്വന്തം വീടുകളിൽ മുട്ടുകുത്തി വീണ് കിടക്കുകയായിരുന്നു അവർ. ജാസിമീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ മുട്ടുകുത്തി വീണ് കിടക്കുന്ന രൂപത്തിലാണ് ജാസിമീൻ എന്ന് പറയാം. ഉദ്ദേശം അവരവിടെ മരിച്ചു വീണ് കിടക്കുന്നവരായി. 92 ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീന കദ്ദബൂ ശുഐബൻ കഅൻ ലം യഗ്നൗ ഫീഹാ അല്ലദീന കദ്ദബൂ ശുഐബൻ കാനൂ ഹുമുൽ ഖാസിരീൻ. അല്ലദീന കദ്ദബൂ ശുഐബൻ, ശുഐബ് നബി അലൈഹി സ്വലാമിനെ നിഷേധിച്ച ആളുകൾ എന്താണ് അവരുടെ അവസ്ഥ? കഅൻ ലം യഗ്നൗ ഫീഹാ, അവർ അവിടെ നിവസിക്കുകയേ ചെയ്തിരുന്നിട്ടില്ലാത്തതുപോലെയായി. കഅല്ലം യഗ്നൗ ഫീഹാ, അവരവിടെ താമസിച്ചിട്ടേ ഇല്ല എന്നതുപോലെയായി. പറഞ്ഞാൽ ഒരു അടയാളം അവശേഷിപ്പിക്കാതെ ചൂട് നശിപ്പിച്ചു. അതാണ് ശുഐബ് നബി അലൈഹി സ്വലാമിനെ നിഷേധിച്ചവരുടെ അവസ്ഥ. അങ്ങനെയാണ് ഉണ്ടായത്. കഅല്ലം യഗ്നൗ ഫീഹാ, അവർ അവിടെ തീരെ താമസിച്ചിട്ടില്ലാത്തതുപോലെയായി. അല്ലദീന കദ്ദബൂ ശുഐബൻ, ശുഐബ് നബി അലൈഹി സ്വലാമിനെ നിഷേധിച്ച ആളുകൾ, കാനൂ ഹുമുൽ ഖാസിരീൻ, അവർ തന്നെയായി സർവവും നഷ്ടപ്പെട്ടവർ. അങ്ങനെ പറയാൻ പ്രത്യേകം കാരണം, തൊട്ട് മുമ്പ് അവരെന്താ ആളുകളോട് പറഞ്ഞിരുന്നത്? നിങ്ങൾ ശുഐബ് നബി അലൈഹി സ്വലാമിന്റെ പിന്നാലെ കൂടിയാൽ നിങ്ങൾ ഖാസിരീങ്ങളിൽ പെട്ടുപോകും എന്ന് പറഞ്ഞിരുന്നില്ല. അതിന് മറുപടിയാണിത്. ഇപ്പോ ശുഐബ് നബി അലൈഹി സ്വലാമിനെ പരിഹസിച്ചിരുന്ന, നിഷേധിച്ചിരുന്ന ആ ആളുകളാണ് കാനൂ ഹുമുൽ ഖാസിരീൻ, അവരാണ് സർവവും നഷ്ടപ്പെട്ടവരായി മാറിയത്. 93 ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സമൂദ് ഗോത്രം ഒന്നടങ്കം നശിപ്പിക്കപ്പെട്ടപ്പോ സാലിഹ് നബി അലൈഹി സ്വലാം അവരെ നോക്കി പറഞ്ഞില്ലേ ചില വാക്കുകൾ? അതേപോലെ ശുഐബ് നബി അലൈഹി സ്വലാം
ശിക്ഷ ഏറ്റുവാങ്ങിയ തന്റെ സമൂഹത്തെ നോക്കി പറയുന്ന വാചകങ്ങളാണ് അള്ളാഹു തആല അടുത്ത ആയത്തിൽ ഉദ്ധരിക്കുന്നത്. 93-ാം ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫതവല്ല അൻഹും വഖാല യാ ഖൗമി ലഖദ് അബ്ലഗ്തുകും റിസാലാത്തി റബ്ബി വനസഹ്തു ലക്കും ഫകൈഫ ആസാ അലാ ഖൗമിൻ കാഫിരീൻ. ഫതവല്ല അൻഹും, ശുഐബ് നബി അലൈഹിസ്സലാം അവരിൽ നിന്ന് മാറി നിന്നു. അവരിങ്ങനെ മരിച്ചു കിടക്കുകയാണ്. ഫതവല്ല അൻഹും, മഹാനവറുകൾ അവരിൽ നിന്ന് മാറി നിൽക്കുകയും വഖാല അവിടെ നിന്ന് പറയുകയും ചെയ്തു, സഹതപിക്കുകയും ചെയ്തു, യാ ഖൗമി, എന്റെ സമുദായമേ, ലഖദ് അബ്ലഗ്തുകും, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ, റിസാലാത്തി റബ്ബി, എന്റെ റബ്ബിന്റെ സന്ദേശങ്ങൾ, എന്റെ റബ്ബിന്റെ സന്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് കൃത്യമായി എത്തിച്ചു തന്നിട്ടില്ലായിരുന്നോ? വനസഹ്തു ലക്കും, ആത്മാർത്ഥമായി നിങ്ങളെ ഞാൻ ഉപദേശിച്ചു തരികയും ചെയ്തിട്ടുണ്ടല്ലോ, ഗുണകാംക്ഷയോടെ ഞാൻ നിങ്ങളെ ഉപദേശിച്ചിട്ടുമുണ്ടല്ലോ. ഫകൈഫ ആസാ അലാ ഖൗമിൻ കാഫിരീൻ, എന്നിരിക്കെ സത്യനിഷേധികളായ ഒരു ജനതയുടെ പേരിൽ ഞാൻ എങ്ങനെ വ്യസനിക്കാനാണ്, ഞാൻ എങ്ങനെ ദുഃഖിക്കാനാണ്? ഇതൊക്കെ ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ദുഃഖിക്കുക? ഇത് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ശരി, എനിക്ക് ദുഃഖിക്കാമായിരുന്നു. പക്ഷേ ഞാൻ നിങ്ങളെ ഉപദേശിച്ചിട്ടുണ്ട്, ഗുണകാംക്ഷയോടുകൂടി ഉപദേശിച്ചിട്ടുണ്ട്, റബ്ബ് പറഞ്ഞ സന്ദേശങ്ങൾ നിങ്ങൾക്ക് അതേപോലെ എത്തിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ധിക്കരിക്കുകയാണ് ചെയ്തത്. ഫകൈഫ ആസാ അലാ ഖൗമിൻ കാഫിരീൻ, എന്നെ എങ്ങനെയാണ് സത്യനിഷേധികളായ ഒരു ഖൗമിന്റെ മേൽ ഞാൻ വ്യസനിക്കുക? ആശ എന്ന് പറഞ്ഞാൽ ഞാൻ വ്യസനിക്കുക, അല്ലെങ്കിൽ സങ്കടപ്പെടുക എന്നൊക്കെ അർത്ഥം. ഫകൈഫ ആസാ അലാ ഖൗമിൻ കാഫിരീൻ, അതിനർത്ഥം ദുഃഖിക്കാൻ അവർ അർഹരല്ല എന്നർത്ഥം. ആരെങ്കിലും അവരെ കുറിച്ച് ദുഃഖിക്കാനോ വ്യസനിക്കാനോ സങ്കടപ്പെടാനോ അർഹരല്ല. കാരണം അവർ തന്നെ വരുത്തി വെച്ച വിനയാണത് എന്ന് ചുരുക്കും. അടുത്ത ആയത്തിലേക്ക് കടക്കാം. 94-ഉം 95-ഉം. പ്രവാചകന്മാരെ ധിക്കരിച്ച ചില സമുദായങ്ങളുടെ ചരിത്രം പ്രത്യേകം എടുത്തു പറയുകയായിരുന്നു നമ്മൾ ഇതുവരെ. ഇനി കഴിഞ്ഞുപോയ പല സമുദായങ്ങളെ പറ്റിയും പൊതുവായ ഒരു കാര്യം അല്ലാഹു തആല പറയുകയാണ്, ഒരു പൊതു നിയമം പറയുകയാണ്. പ്രവാചകന്മാരായ ആളുകൾ, മുസ്ലിങ്ങൾ, ആ ആളുകളെ സത്യത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഒട്ടും എതിർക്കാതെ, നിഷേധിക്കാതെ, അതേപടി സ്വീകരിക്കാൻ ഒരു സമുദായവും തയ്യാറായിട്ടില്ല. അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. പക്ഷേ അങ്ങനെ തയ്യാറായില്ല എന്നതുകൊണ്ട് മാത്രം അല്ലാഹു തആല ഒരു സമുദായത്തെയും നശിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന് അങ്ങനെ ഒരു പതിവില്ല. എന്താ പിന്നെ റബ്ബ് ചെയ്യുക? അള്ളാഹു അവരെ പരീക്ഷിച്ചു നോക്കും. ഒരു കൗമിലേക്ക് പ്രവാചകന്മാരെ അയച്ചു, അവർ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അവർ അംഗീകരിച്ചില്ല, ധിക്കരിച്ചു. എന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് പിടിച്ച് ശിക്ഷിക്കൂല. അള്ളാഹു ആദ്യമാരെ പരീക്ഷിക്കും. ചില മുസീബത്തുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൊടുത്തു നോക്കും. അള്ളാഹുവിന്റെ അടുത്തേക്ക് മടങ്ങി വരുന്നുണ്ട് എന്നറിയാൻ, റബ്ബിനെ അംഗീകരിക്കാൻ തയ്യാറാണെന്നറിയാൻ, അവർ വിനയവും താഴ്മയുള്ളവരാണോ എന്നറിയാൻ അള്ളാഹു അവരെ പരീക്ഷിക്കും. അതാണ് ആദ്യഘട്ടം. ശാരീരികമായോ സാമ്പത്തികമായോ എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പാടുകൾ കൊടുത്ത് പരീക്ഷിക്കും. അതിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല എങ്കിൽ, തെറ്റുകൾ തിരുത്തുന്നില്ല എങ്കിൽ മറ്റൊരു രൂപത്തിൽ പരീക്ഷിക്കും. എങ്ങനെയാണെന്നറിയോ? നല്ല റാഹത്ത് കൊടുക്കും, അവർക്ക് സാമ്പത്തികമായി നല്ല അഭിവൃദ്ധി കൊടുക്കും. ആദ്യം കൊടുത്തത് ബുദ്ധിമുട്ടുകളാണ്, എന്നിട്ട് അവർ നന്നായില്ല. അഭിവൃദ്ധി കൊടുത്തു നോക്കും, നന്നാവുന്നോ നോക്കാൻ. സാമ്പത്തികമായ അഭിവൃദ്ധിയും ക്ഷേമങ്ങളും ഐശ്വര്യവും നൽകി അവർ പരീക്ഷിക്കും. ഈ സമയത്തും അവർ പാഠം ഉൾക്കൊള്ളുകയില്ല. ഈ സമയത്ത് സത്യത്തെ അവർ ചെയ്യേണ്ടത് എന്താ? അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാണ്, അവനെ നന്ദി ചെയ്യണം, അവനെ അംഗീകരിക്കണം, അവനിലേക്ക് മടങ്ങിച്ചെല്ലണം. ഇതാണ് അവർ ചിന്തിക്കേണ്ടത്. പക്ഷേ അതിനു പകരം അവർ കാണിക്കുന്ന നന്ദികേടാണ്, ധിക്കാരമാണ്. അവര് ഇത്തരം ഐശ്വര്യങ്ങൾ അല്ലാഹു തആല കൊടുക്കുന്നത് ഇങ്ങനെ അവർ തയ്യാറുണ്ടോ എന്നറിയാനാണ്. എന്നാൽ ഉണർന്ന് ചിന്തിച്ച് തെറ്റുകൾ തിരുത്തി അതിനെ നന്ദി ചെയ്യുന്നതിന് പകരം വേറെ വഴിക്കാണ് അവർ ചിന്തിക്കുക. അവരെന്താ പറയാന്നറിയോ? ഈ സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ അത് നമ്മക്കായിട്ട് മാത്രം ഉണ്ടായ സംഗതിയൊന്നുമല്ല, നമ്മുടെ മുമ്പേ ഉള്ള പൂർവികന്മാർക്കും മുൻഗാമികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ട് അതൊരു ലോകത്തിന്റെ ക്രമമാണ്. ഇടയ്ക്ക് പ്രയാസം വരും, ഇടയ്ക്ക് സങ്കടം വരും, ഇടയ്ക്ക് സന്തോഷം വരും, അനുഗ്രഹങ്ങൾ വരും. അത് മുമ്പേ പതിവുള്ളതാണ്. നീ നമ്മക്കായിട്ട് പാചകം പഠിച്ചോ തന്നൊന്നുമല്ല. അങ്ങനെ എന്തായി? അങ്ങനെ അതിനെ ജനറലൈസ് ചെയ്യും. ഈ നിയമത്തുകൾക്ക് പിന്നിൽ ഇത് അവർക്ക് കൊടുത്തത് അള്ളാഹു ആണ് എന്നോ നമ്മളെ പരീക്ഷിക്കാനാണ് എന്നോ അതിനെ നമ്മൾ നന്ദി ചെയ്യുകയാണ് വേണ്ടത് എന്നൊന്നും അവർ ചിന്തിക്കൂല. അത് എല്ലാവർക്കും ഉണ്ടാണതല്ല, അതേപോലെ നമുക്കുണ്ടായി എന്നാണ് അവർ പറയുക. ചുരുക്കത്തിൽ
നന്മ ലഭിച്ചാലും തിന്മ ബാധിച്ചാലും അതിൽ നിന്ന് പാഠം പഠിക്കാൻ അവർ തയ്യാറാകുകയില്ല. അത്തരമൊരവസരത്തിലാണ് അള്ളാഹു തആല അവരെ ശിക്ഷിക്കാൻ വിടുന്നത്. അവരാ അനുഗ്രഹങ്ങളിൽ ഇങ്ങനെ ആറാടി സുഖസമൃദ്ധിയിൽ സുഭിക്ഷമായി ജീവിച്ചുകൊണ്ടിരിക്കെ ശിക്ഷയെക്കുറിച്ച് തീരെ ഓർക്കാത്ത ഒരു സമയത്ത് പെട്ടെന്നാണ് ശിക്ഷകൾ വരുന്നത്. അപ്പൊ അവർ ഖേദിക്കും. പക്ഷേ അപ്പൊ ഖേദിച്ചത് കൊണ്ട് കാര്യമുണ്ടാവുകയില്ല. ഇതൊക്കെയാണ് ഇനി 94-ലും 95-ലും പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാ ഫീ ഖറിയത്തിൻ മിൻ നബിയ്യിൻ ഇല്ലാ അഖദ്നാ അഹ്ലഹാ ബിൽ ബഅ്സാഇ വദ്ദറാഇ ലഅല്ലഹും യദ്ദറഊൻ. വമാ അർസൽനാ ഫീ ഖറിയത്തിൻ മിൻ നബിയ്യിൻ, ഏതൊരു ദേശത്തേക്കും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടില്ല. ഇല്ലാ അഖദ്നാ അഹ്ലഹാ, ആ പ്രദേശത്തുള്ള ആളുകളെ നമ്മൾ പിടികൂടിയിട്ടല്ലാതെ, ബിൽ ബഅ്സാഇ, ദുരിതങ്ങൾ നൽകി, വദ്ദറാഇ, പ്രയാസങ്ങളും കൊണ്ട്, ലഅല്ലഹും യദ്ദറഊൻ, അവർ വിധേയത്വമുള്ളവരാകാൻ വേണ്ടി. അപ്പൊ ഏതൊരു ദേശത്തേക്ക് നാം പ്രവാചകനെ നിയോഗിച്ചപ്പോഴും ആ ദേശക്കാരെ അവർ നബിയെ ധിക്കരിക്കുമ്പോൾ ദുരിതവും പ്രയാസങ്ങളും കൊണ്ട് നാം പിടിച്ചു ശിക്ഷിക്കാതിരുന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ നിഷേധം തുടങ്ങിയ ഉടനെ തന്നെ അവരെ ശിക്ഷിക്കൂല. പിന്നെന്താ ചെയ്യാ? ആദ്യം അവരെ കുറച്ച് പ്രയാസങ്ങൾ ദുരിതം പോകും, എന്നിട്ട് അവരെ പരീക്ഷിക്കും, അങ്ങനെ അവരെ പിടികൂടും. എന്തിനാണത്? ലഅല്ലഹും യദ്ദറഊൻ, അവർ വിധേയത്വമുള്ളവരാകാൻ വേണ്ടി, അവർ വിനയം കാണിച്ച് റബ്ബിന്റെ ഭാഗത്തിന് പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി ഖേദിച്ചു മടങ്ങാൻ വേണ്ടി. അതിനാണ് ആദ്യം അങ്ങനെ ചെയ്യുന്നത്. അതവർ പിന്നെ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ തയ്യാറല്ലെങ്കിലോ? അതാണ് 95-ൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم بدلنا مكان السيئة الحسنة حتى عفوا وقالوا قد مس آباءنا الضراء والسراء فأخذناهم بغتة وهم لا يشعرون. ثم പിന്നീട് ബദ്ദൽന, നാം പകരം നൽകും, മക്കാന സയ്യിഅത്തി, ദുരിതങ്ങൾക്ക് പകരം, തിന്മയുടെ പകരം എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങൾക്ക്, ആപത്തുകൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക് പകരം നാം നൽകും അൽ ഹസനത, നന്മയെ. ദുരിതങ്ങൾക്ക് പകരമായി നമ്മൾ നന്മയെ നൽകും. പിന്നീട് ബദ്ദൽന, നമ്മൾ മാറ്റിമറിക്കും, പകരം നൽകും, മക്കാന സയ്യിഅത്തി, ദുരിതങ്ങളുടെ സ്ഥാനത്ത് അൽ ഹസനത, നന്മയെ എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി കൊടുക്കും. പ്രയാസങ്ങളെ നീക്കിയിട്ട് നല്ല ക്ഷേമാവശ്യങ്ങൾ കൊടുക്കും. അങ്ങനെ ഹത്താ അഫൗ, അങ്ങനെ അവർ അഭിവൃദ്ധിപ്പെടും, നല്ല റാഹത്തിലാകും, ആഫിയത്തുള്ള ആളുകളാവും, നല്ല റാഹത്തിൽ ജീവിക്കുന്ന ആളുകളാവും. വഖാലു, അവർ പറയുകയും ചെയ്യും. അപ്പുറം അവർക്ക് ഇതവർക്ക് മനസ്സിലാവില്ല, പടച്ചിറപ്പ് നമ്മൾ പരീക്ഷിക്കാണെന്നോ അള്ളാന്റെ അനുഗ്രഹമാണെന്നോ ചിന്തിക്കില്ല. അവരെന്താ പറയാ? വഖാലു, അവർ പറയും, ഇങ്ങനെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സുഭിക്ഷതയുമൊക്കെ നമ്മുടെ പൂർവ്വപിതാക്കളിലും ഉണ്ടായിരുന്നു. ഇതൊരു പുതിയ കാര്യമല്ല, ഇതൊരു ലോകക്രമമാണ്. രണ്ടവസ്ഥകൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. നമുക്കായിട്ട് പ്രത്യേകത്തിലൊന്നും ചെയ്യാനില്ല. അങ്ങനെയാണ് അവർ പറയുന്നത്. കദ്മസ്സ, ബാധിച്ചിട്ടുണ്ട്, ആബാഅന, നമ്മുടെ പൂർവികന്മാരെ, അല്ലറാഉ, ദുരിതങ്ങൾ, വസ്സറാഉ, സന്തോഷങ്ങളും ക്ഷേമാശ്ചര്യങ്ങളും. അങ്ങനെ അവർ പറഞ്ഞ് ആ പരീക്ഷണത്തിന് വിജയിക്കാതെ വരുമ്പോ ഫഅഖദ്നാഹും ബഗ്തതൻ, ആ സുഖ ജീവിതത്തിൽ അങ്ങനെ ആറാടിക്കൊണ്ടിരിക്കുമ്പോ നാം അവർ പിടികൂടും. ബഗ്തതൻ, പെട്ടെന്ന് നമ്മൾ അവർ പിടികൂടും. വഹും ലാ യശ്ഉറൂൻ, അവരറിയാതെ ബഗ്തതൻ, പെട്ടെന്ന് നാം അവരെ പിടികൂടും. അതാണ് അള്ളാഹുവിന്റെ രീതി. അല്ലാതെ പെട്ടെന്ന് ഒരു പ്രവാചകനായിട്ടും ആ പ്രവാചകൻ പറഞ്ഞത് കേട്ടില്ല, അപ്പൊ തന്നെ നശിപ്പിക്കും. അവരെ പരീക്ഷിക്കുന്നു, രണ്ടവസ്ഥകളും നൽകി പരീക്ഷിക്കും, എന്നിട്ടാണ് ശിക്ഷ. ഈ രണ്ട് ആയത്തുകളും 94-ും 95-ഉം നമ്മളൊക്കെ ശരിക്ക് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ആയത്തുകളാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത്തരം അവസരങ്ങൾ എമ്പാടും വരാറുണ്ട്. എന്തിനാണ് അല്ലാഹു തആല അത്തരം അവസരങ്ങൾ നമുക്ക് തരുന്നത്? നമ്മുടെ നിലപാട് എന്താണെന്നറിയാനാണ്. ശരിയായ നിലപാടല്ല നമ്മൾ ഇത്തരം അവസരങ്ങൾ സ്വീകരിക്കുന്നത് എങ്കിൽ നമ്മൾ ചിന്തിക്കണം, നമ്മൾ മാറ്റണം, നമ്മൾ മാറണം. എന്തെങ്കിലും പ്രയാസങ്ങൾ അല്ലാഹു തആല തരുമ്പോഴേക്ക് അക്ഷമരായി ആകെ ആകുലപ്പെട്ട് വേവലാതിയും ആവലാതിയുമായി നടന്ന്
അല്ലേ? അള്ളാഹുവിനെതിരെ പോലും ചിന്തിക്കുന്ന അവസ്ഥ വന്ന് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു നമ്മൾ പരീക്ഷിക്കുകയാണ്. ഇനി അതൊക്കെ മാറി സന്തോഷത്തിലായാലോ? ആ സന്തോഷം നൽകിയ നിഅമത്ത് നൽകിയ അള്ളാഹുവിനെ ഓർക്കാതെ ഈ ആളുകൾ പറയുന്നത് പോലെ വീമ്പിളക്കി ഇങ്ങനെ നടക്കുക, അതും ചെയ്യാൻ പാടില്ല. രണ്ടും പരീക്ഷണമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കി. ഈ പരീക്ഷണങ്ങളിൽ വിജയിക്കുകയാണ് നമ്മൾ സത്യത്തിൽ ചെയ്യേണ്ടത്. രണ്ടവസ്ഥകളിലും എന്തു നിലപാടാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്നാണ് അള്ളാഹു തആല നോക്കുന്നത്. വിഷങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുക, അനുഗ്രഹങ്ങൾ വരുമ്പോൾ വിനയാന്യതരായി ശുക്ർ ചെയ്യുക, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക. പലതും നമ്മുടെ ഹൈറിന് വേണ്ടിയാണ്. നമ്മൾ ഒരുപാട് മുമ്പ് വിശദീകരിച്ച വിഷയമാണ്. മുഅ്മിനായ മനുഷ്യന് പരീക്ഷണം അല്ലാഹു തആല കൊടുക്കുമ്പോൾ അതിലൂടെ അവന്റെ തെറ്റുകൾ പൊറുക്കപ്പെടും. ഒരുപാട് യുക്തികൾ അതിന് പിന്നിലുണ്ട്. ആ ബുദ്ധിമുട്ടുകളിൽ നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ തെറ്റുകൾ പുറത്തു തരും, പാപങ്ങൾ മായ്ച്ചു തരും. ക്ഷമയിലേക്ക് നമ്മൾ ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകുന്നതുകൊണ്ട് ഒരുപാട് പ്രതിഫലം ബിഗൈരി ഹിസാബ്, കണക്കും കഴിയില്ലാതെ വാരിക്കോരി തരും. അങ്ങനെ ഒരുപാട് പ്രതിഫലത്തിന് നമ്മൾ അർഹരായിത്തീരും. നേരെ മറിച്ച് മുസീബത്തുകൾ വരുമ്പോൾ ആകെ ബേജാറായി വേവലാതിപ്പെട്ട് അള്ളാഹുവിനെ എതിരായി സംസാരിച്ചു വരെ ക്ഷമയൊന്നും കൈക്കൊള്ളാതെ അങ്ങനെ നടക്കുകയാണെങ്കിലോ ഈ പറയപ്പെട്ടൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അള്ളാഹു അനുഗ്രഹം തന്നത് അതിന് ശുക്ർ ചെയ്യുകയും യഥാവധി ചെലവഴിക്കുകയും, ആരോഗ്യമാവട്ടെ, സമയമാവട്ടെ, സമ്പത്താവട്ടെ, ചിന്തയാവട്ടെ, എല്ലാം നല്ല വഴിയിൽ ചെലവഴിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, അത് വലിയ നിഅമത്തിന് ശുക്ർ ചെയ്യലാണ്. ആ നിഅമത്ത് റബ്ബ് നിലനിർത്തി തരുന്നവരെ രക്ഷപ്പെടും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടു രൂപത്തിലും അള്ളാഹുവിന് മുമ്പിൽ വിനയാന്യതരായി തലകാട്ടി നിൽക്കേണ്ട ആളുകളാണ് നമ്മൾ. നമുക്ക് അഹങ്കരിക്കാൻ എന്താണുള്ളത്? ഒന്നുമില്ലല്ലോ. ദാരിദ്ര്യം, രോഗം, വിശപ്പ്, ഇത്തരം സംഗതികൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ പല ആളുകളും സത്യനിഷേധത്തിലേക്ക് വരെ വഴിമാറിപ്പോകുന്നത് കാണാം. അത് ഗുരുതരമായ തെറ്റാണ്. ക്ഷമിക്കുമ്പോഴേ അത്തരം വിപത്തുകൾ കൊണ്ട് അള്ളാഹു തആല നിഅമത്തുകൾ തരികയുള്ളൂ. ഏത് മുസീബത്തും നമുക്ക് കണക്കാക്കിയതല്ലാതെ വരികയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കണം. ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു നമുക്ക് കണക്കാക്കിയതല്ലാതെ മറ്റെന്തെങ്കിലും നമുക്ക് വരുമോ? ഇല്ലല്ലോ. നമുക്ക് എന്താ റബ്ബ് കണക്കാക്കി അത് വരും, അത് എന്തായാലും വരും, തീർച്ച, അതേ വരികയുള്ളൂ. അപ്പൊ എന്നെ കുറിച്ച് അറിയുന്ന, എനിക്ക് വേണ്ടത് ചെയ്തു തരുന്ന, എന്നെ പരിപാലിക്കുന്ന എന്റെ റബ്ബ് ഈ സമയത്ത് എനിക്ക് രോഗം തരണമെന്നാണ് നിശ്ചയിച്ചത്. ശരി, ഞാൻ ക്ഷമിക്കുന്നു. അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അത് ശമിപ്പിച്ചു തരാൻ, അത് സുഖപ്പെടുത്തി തരാൻ ചികിത്സകൾ നമ്മൾ നടത്തുകയും ചെയ്യുക. അതേപോലെ ഐശ്വര്യം വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇതാണ് മുഅ്മിനായ മനുഷ്യൻ സ്വീകരിക്കേണ്ട നിലപാട്. ഒരുപാട് പ്രവാചകന്മാർക്ക് മുസീബത്ത് ഉണ്ടായിട്ടില്ലേ? അപകടങ്ങൾ, ആപത്തുകൾ സംഭവിച്ചിട്ടില്ലേ? വലിയ വലിയ രോഗങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ട ആളുകൾ പ്രവാചകന്മാരാണ് എന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? എല്ലാവരുടെയും ചരിത്രം അറിയാലോ. അയ്യൂബ് നബി അലൈഹി ഇസ്ലാം, മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം, ഒരുപാട് പ്രവാചകന്മാർ, മൂസാ നബി അലൈഹി ഇസ്ലാം, ഇവരൊക്കെ ഇത്തരം ബലാ മുസീബത്തുകൾ വരുമ്പോ, അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ വരുമ്പോ എന്താ ചെയ്തത്? അള്ളാഹുവിനോട് കാര്യങ്ങൾ പറഞ്ഞു ക്ഷമിച്ചു. യൂനുസ് നബി അലൈഹി ഇസ്ലാം കഥയ്ക്ക് നമുക്കറിയാം, വിശദമായി പറയാൻ സമയമില്ല. അപ്പോ ആ മാതൃകയാണ് മുന്നിലുണ്ടാവേണ്ടത്. എത്ര ബുദ്ധിമുട്ട് നമ്മൾ സഹിക്കേണ്ടി വന്നാലും പ്രവാചകന്മാർക്ക് സഹിക്കേണ്ടി വന്ന അത്രയൊന്നും നമുക്ക് വന്നിട്ടില്ലല്ലോ. അതാണ് ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളല്ല പ്രവാചകന്മാർ. അവരെ തന്നെ അള്ളാഹു തആല ആ രൂപത്തിൽ പരീക്ഷിച്ചുവെങ്കിൽ പിന്നെ നമ്മുടെ വളരെ നിസ്സാരമല്ലേ. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് എല്ലാ സംഗതിയും അള്ളാഹു തആല തുറന്നിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് രൂപത്തിലെ പരീക്ഷണം, ഒന്നുകിൽ വിപത്തുകൾ തരും, അല്ലെങ്കിൽ ക്ഷേമാശ്ചര്യങ്ങൾ തരും. എല്ലാം തുറന്നിട്ട് വിശാലമായി ആർമാദിക്കാനും ആസ്വദിക്കാനും അള്ളാഹു തആല കാര്യങ്ങൾ തുറന്നിട്ട് തരും. ഇന്നിപ്പോ അങ്ങനെയാണ്. എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ മേഖലയിലും ഒരുവിധം ആളുകൾക്കൊക്കെ കയ്യിൽ കാശുണ്ട്, എല്ലാ ഐശ്വര്യങ്ങളുമുണ്ട്, റാഹത്തുണ്ട്, അല്ലേ? ദൃശ്യശ്രാവ്യ മേഖലകൾ, വാർത്താവിനിമയ മേഖലകൾ, ആശയ കൈമാറ്റം, ഇന്റർനെറ്റ്, ഭക്ഷണത്തിന്റെ കാര്യം നോക്കിയാൽ അങ്ങനെ സമ്പത്ത്, വലിയ വീടുകൾ, കാറുകൾ, ഉയർന്ന ശമ്പളമുള്ള ജോലികൾ, ഇങ്ങനെ എല്ലാം നിറക്കും അല്ലാഹു തആല കാര്യങ്ങൾ മലർക്കെ തുറന്നിട്ട് വന്നിരിക്കുകയാണ്. ദീനിയായ ചൈതന്യം കുറഞ്ഞു വരുന്ന ഈ കാലത്ത് ഇങ്ങനെ ഒരു തുറന്നു തരൽ അല്ലാഹു തആല നടത്തുമെങ്കിൽ എന്താണ് എന്റെ അർത്ഥം? എന്താണെന്ന് അർത്ഥം? അല്ലാഹു തആല പരീക്ഷിക്കുകയാണ് നമ്മളെ. ഇസ്തിദ്റാജാണ്. എല്ലാം തുറന്നിട്ട് പിന്നെ ഒറ്റയടിക്ക് പിടികൂടും. അതിനാണ് ഇസ്തിദ്റാജ് എന്ന് പറയുന്നത്. വിശ്വാസികൾ ശ്രദ്ധിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. മനുഷ്യൻ സൂറത്തുൽ അൻആമിലെ 44-ാമത്തെ ആയത്തിൽ നമ്മൾ ഈ വിഷയം പഠിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ.
പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാനും അതിലൂടെ ഒരുപാട് പ്രതിഫലങ്ങൾ നേടാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഐശ്വര്യങ്ങൾക്ക്, നിഅമത്തുകൾക്ക് നന്മ ചെയ്ത് ശാക്രിയങ്ങളായി ജീവിക്കാൻ അള്ളാഹു തആല തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ. ആമീൻ. ഇത്രയുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും പഠിച്ചതും സ്വാലിഹായ അമലായി സ്വീകരിക്കണം റബ്ബേ. പഠിച്ചതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകണം തമ്പുരാനെ. നിന്റെ ദീനിയായ ഖിദ്മത്തുകൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണം തമ്പുരാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ എല്ലാവർക്കും ഖൈറും സലാമത്തും സന്തോഷവും നിലനിർത്തിത്തരണേ തമ്പുരാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقا من بعده تفرقا معصوما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. أنا دعاء ينب. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.